സംഭവബഹുലമായ കേസിന്റെ അവസാനം പ്രോസിക്യൂഷന് മുന്നിലുള്ളത് സങ്കീർണമായ നിയമ നടപടികളാണ്. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം കോടതി തള്ളിയത് ആദ്യ തിരിച്ചടിയായി. പിന്നാലെയാണ് 6 പ്രതികളുടെ ശിക്ഷയിലും പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതിയിൽ അംഗീകരിക്കപ്പെടാതെ പോയത്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതാണ് അപ്പീൽ ഘട്ടത്തിൽ പ്രോസിക്യൂഷന് വെല്ലുവിളിയാകാൻ പോകുന്നത്. ശിക്ഷ നൽകിയപ്പോൾ പ്രതികളുടെ പൂർവ്വകാല ചരിത്രവും സാമൂഹ്യ സാഹചര്യവും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിലും പൾസർ സുനിയെ മറ്റൊരു കേസിലും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കൂട്ടുപ്രതികളുടെ കാര്യത്തിലും പലർക്കുമെതിരെ വലിയ മറ്റ് കേസുകളുമില്ല. ഇതോടൊപ്പം പ്രതികളുടെ പ്രായമടക്കമുള്ള ഘടകങ്ങളും കോടതി പരിഗണിച്ചു. എന്നാൽ കേസിൽ തിരിച്ചടിയില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിരാശയുമില്ല. ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 3.5 വർഷം ഈ കോടതിക്കകത്ത് വെന്ത് നീറിയത്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കും, അതിനുള്ള പരിഹാരങ്ങൾ നേടും. പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷയിൽ എത്തിക്കാനായത് വലിയ നേട്ടമായാണ് പ്രതിഭാഗം കാണുന്നത്. ആ ശിക്ഷയിൽ തരാവുന്നതിൽ ഏറ്റവും മിനിമം തന്നെയാണ് തന്നിട്ടുള്ളത്. കാരണം ഗ്യാങ് റേപ്പിന് ഏറ്റവും മിനിമം 20 years കൊടുക്കണമെന്നുണ്ട്. മേളിലോട്ട് പോകാം, പക്ഷേ എല്ലാവർക്കും 20 years തന്നെയാണ് കൊടുത്തത്. ഞാനും ശക്തമായിട്ടുള്ള അപ്പീലുമായിട്ട് മുന്നോട്ട് പോകും. ശിക്ഷാവിധിയുടെ പകർപ്പ് കിട്ടിയാലുടൻ ഈ കേസിലെ 6 പ്രതികളും ശിക്ഷ മരവിപ്പിക്കാനുള്ള നീക്കവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഒപ്പം പ്രോസിക്യൂഷന് അപ്പീലുമായി കോടതിയിലെത്തേണ്ടി വരും. എന്തായാലും വരാനിരിക്കുന്നത് വലിയ നിയമ പോരാട്ടങ്ങളുടെ നാളുകളായിരിക്കും. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.